ഭാരതാംബ ചിത്ര വിവാദത്തിൽ ഗവർണർ സർക്കാർ രൂക്ഷമാകുന്നതിനിടെ ഭാരതാംബയുടെ കയ്യിലെ കാവിക്കൊടിയും പിന്നിലുള്ള ഭൂപടവും ഒഴിവാക്കി ബി.ജെ.പി. സർക്കാരിനും പ്രതിപക്ഷത്തിനുമെതിരായ പ്രതിഷേധ സമരത്തിന്റെ പോസ്റ്ററിലുള്ളത് ദേശീയ പതാകയേന്തിയ ഭാരതാംബ ചിത്രമാണ്. ബി.ജെ.പിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലാണ് പോസ്റ്റർ പങ്കുവച്ചത്. വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ രാജ് നമുക്കൊപ്പം ചേരുകയാണ്. അർജുൻ, രാജ്ഭവനിൽ പ്രദർശിപ്പിച്ചിരുന്ന ബി.ജെ.പി. ഉയർത്തിപ്പിടിച്ചിരുന്ന RSS പൂവിട്ട് പൂജിക്കുന്ന ഭാരതാംബ ചിത്രത്തിൽ ഉള്ളത് ഇന്ത്യയുടെ അപൂർണമായിട്ടുള്ള, അതായത് കശ്മീർ മുതൽ അങ്ങോട്ടുള്ള കശ്മീർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കാണാത്ത ഒരു ഭൂപടം പശ്ചാത്തലത്തിൽ, ഒപ്പം തന്നെ കാവിക്കൊടിയാണ് കയ്യിലുണ്ടായിരുന്നത്. അരികിൽ സിംഹമുണ്ട്. പക്ഷേ ഇപ്പോൾ സിംഹമുണ്ട്, ഭാരതാംബ രൂപമുണ്ട്, കയ്യിൽ ദേശീയ പതാകയാണ്, ഇന്ത്യയുടെ അപൂർണമായിട്ടുള്ള ഭൂപടവും ഇല്ല. എന്തുകൊണ്ടാണ് ബി.ജെ.പി. ഇങ്ങനൊരു തിരുത്തലിന് തയ്യാറായത്? ബിനിൽ, വലിയ രാഷ്ട്രീയ വിവാദം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ബി.ജെ.പിയുടെ ഈ തിരുത്ത് എന്നത് ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് രാജ്ഭവനിൽ ഗവർണറാണ് ഇത് സംബന്ധിച്ച ഇത്തരത്തിൽ ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചത്. ആ കയ്യിൽ കാവിക്കൊടിയാണ് ഏന്തിയിരുന്നത്. പുറകിൽ ബിനിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയുടേതല്ലാത്ത അല്ലെങ്കിൽ വലിയ ഒരു ഭൂപടം അതിൻ്റെ പുറകിൽ ചേർക്കുകയും ചെയ്തിരുന്നു. അത് വലിയ വിവാദമാവുകയും സർക്കാർ തന്നെ നേരിട്ട് ഗവർണറോട് ഏറ്റുമുട്ടുകയും ചെയ്യുന്ന ഘട്ടത്തിൽ കൂടിയാണ് ബി.ജെ.പി. ഇത്തരത്തിലൊരു നടപടി ചെയ്തിട്ടുള്ളത് എന്നത് ശ്രദ്ധേയമാണ്. ഈ സർക്കാരിൻ്റെ നടപടി, അതായത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇറങ്ങിപ്പോക്കിലും ബഹിഷ്കരണത്തിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിൽ ഇന്ന് പരിപാടി സംഘടിപ്പിക്കുന്നത്. ആ പരിപാടിയുടെ പോസ്റ്ററിലാണ് ഇത്തരത്തിൽ ഭാരതാംബയുടെ രൂപത്തിനൊപ്പം ബി.ജെ.പി. ഈ കാവിക്കൊടി ഇല്ലാതെ ത്രിവർണ്ണ പതാക വെച്ചിരിക്കുന്നത്. പുറകിൽ നേരത്തെ രാജ്ഭവനിൽ കണ്ടിട്ടുള്ള ഭൂപടം ഇല്ല എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഇത് അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല. കാരണം കൃത്യമായി എഡിറ്റ് ചെയ്ത് പുറകിൽ നിന്നുള്ളത് ഒഴിവാക്കിയിട്ടുണ്ട്. കയ്യിൽ കാവിക്കൊടി മാറ്റി ത്രിവർണ്ണ പതാക പിടിച്ചിട്ടുമുണ്ട്. ഈ വിവാദങ്ങളുടെയും അല്ലെങ്കിൽ ഈ തരത്തിലുള്ള വിമർശനങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാണോ ഇത്തരത്തിലൊരു തീരുമാനം എന്നുള്ളത് ബി.ജെ.പി. തന്നെ മറുപടി പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇത് സംബന്ധിച്ച് ആ പോസ്റ്റിന് താഴെ വരുന്ന കമൻറ്റുകളൊക്കെ ശ്രദ്ധേയമാണ്. ഇത് സർക്കാരിൻ്റെയും അല്ലെങ്കിൽ ഇത്തരത്തിൽ വി ശിവൻകുട്ടിയുടെയൊക്കെ ഈ പ്രതികരണത്തിൽ നിന്നുണ്ടായിട്ടുള്ള മറുപടിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഫലമാണെന്ന തരത്തിലൊക്കെ വിമർശനങ്ങൾ ബി.ജെ.പിക്ക് ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗവർണറാണ് ഇത് സംബന്ധിച്ച ഒരു നിലപാട് പ്രഖ്യാപിക്കുന്നത്. ആ നിലപാടിനൊപ്പം ചേരാതെ ഇതിലൊരു തിരുത്ത് വരുത്തുകയാണ് ബി.ജെ.പി. എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അല്പസമയത്തിനകം തന്നെ സെക്രട്ടേറിയറ്റിൽ ഈ പരിപാടി സർക്കാരിൻ്റെ ഭാരതാംബയെ അധിക്ഷേപിച്ചെന്ന വിമർശനം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പരിപാടി സംഘടിപ്പിക്കും. മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ സർക്കാരിന് എതിരായി ഏറ്റവും വലിയൊരു പരിപാടി തലസ്ഥാനത്ത് സംഘടിപ്പിക്കുകയാണ് ബി.ജെ.പി. പക്ഷേ അതിൽ ഈ പറഞ്ഞതുപോലെ തന്നെ RSS ചൂണ്ടിക്കാണിക്കുന്ന, പ്രത്യേകിച്ച് രാജ്ഭവനിൽ ഗവർണർ പ്രദർശിപ്പിച്ച ഭാരതാംബയെ ഒഴിവാക്കി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആ കാവിക്കൊടി മാറ്റി അവിടെ ഇന്ത്യയുടെ പതാക വെച്ചിരിക്കുന്നു. RSS അല്ലെങ്കിൽ അവർ പ്രതിദാനം ചെയ്യുന്ന ആ ഭൂപടം ഒഴിവാക്കിയിരിക്കുന്നു. അവിടെ ഭൂപടമേ ഇല്ല എന്നുള്ളത്. അർജുൻ, ബി.ജെ.പി. അങ്ങനെ തിരുത്താൻ തയ്യാറായി. പക്ഷേ ഇതിൽ ഒരു പ്രധാനപ്പെട്ട കക്ഷിയായി നിൽക്കുന്നത് ഗവർണർ ആയിരുന്നല്ലോ, രാജ്ഭവൻ ആണല്ലോ. ഇന്നിപ്പോൾ 10:30 വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ബി.ജെ.പി. ഇങ്ങനെ തിരുത്തുന്നത് എന്നത് അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. 10:30 പരിപാടി നടക്കുന്നത്. പക്ഷേ ഗവർണർ ഇപ്പോഴും ഭാരതാംബ ചിത്രം, അതായത് RSSന്റെ ശാഖകളിൽ ഉപയോഗിക്കുന്ന ഭാരതാംബ ചിത്രമാണല്ലോ അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. കയ്യിൽ കാവിക്കൊടിയാണ്. അഖണ്ഡ ഭാരതം എന്ന സങ്കല്പത്തെ അനുസ്മരിക്കുന്ന വിധത്തിൽ, കശ്മീരൊന്നും അതിനകത്ത് കാണുന്നില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു ഭൂപടമാണ് ആ ചിത്രത്തിൽ ഉള്ളത് താനും. അപ്പോൾ ഗവർണർ ഇനി തിരുത്താൻ തയ്യാറാകുമോ? ഗവർണർ കൂടി ഈ പടം മാറ്റുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. സർക്കാരും ഗവർണറുമായിട്ടുള്ള രാജ്ഭവനുമായിട്ടുള്ള ഏറ്റുമുട്ടൽ വളരെ ശക്തമായി, അതൊരു നിയമ പോരാട്ടത്തിലേക്ക് ഉൾപ്പെടെ കടക്കാനിരിക്കുന്നതിനിടെ ഗവർണർ തിരുത്തുമോ എന്നൊരു ചോദ്യം കൂടി അവിടെ നിലനിൽക്കുകയാണ്. അർജുൻ, ബിനിൽ, ഗവർണർ ഏതെങ്കിലും തരത്തിൽ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ അതൊരു കടുപ്പിച്ച നിലപാടിലേക്ക് ഗവർണർ കടക്കുകയും ചെയ്തു. കാരണം സർക്കാരിൻ്റെ പരിപാടികളിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ഈ പറയുന്ന RSSൻ്റേതായി പറയുന്ന, അല്ലെങ്കിൽ ഒരു വിഭാഗം മാത്രം കരുതുന്ന ചിഹ്നമോ രൂപമോ ഉപയോഗിക്കില്ല എന്നുള്ളതായിരുന്നു ഔദ്യോഗികമായി അറിയിച്ചതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ മുഖ്യമന്ത്രി ആ പറഞ്ഞതിൻ്റെ പിറ്റേന്നാണ് വിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷനായിട്ടുള്ള ഒരു പരിപാടിക്കകത്ത് പോലും ഇതിന് സമാനമായി പറയുന്ന ഭാരതാംബയുടെ ചിത്രം വെച്ചുകൊണ്ട് സർക്കാരിനെ തന്നെ വെല്ലുവിളിക്കുന്ന സമീപനം ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ആ നീക്കത്തിൽ നിന്ന് ഗവർണർ എന്തായാലും പിന്നോട്ട് പോകില്ല. പക്ഷേ
ഇത് തുടർന്ന് കൊണ്ടുപോകാൻ ഈ വിവാദം ഇങ്ങനെ പരസ്യമായി സർക്കാരിനെ വെല്ലുവിളിച്ച് ഏറ്റുമുട്ടി തുടർന്ന് കൊണ്ടുപോകാൻ ഗവർണർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു തുടർ നടപടി ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഉണ്ടാവുകയാണെങ്കിൽ പോലും വിദ്യാഭ്യാസ മന്ത്രിയുടെ നടപടിയിൽ അനൗദ്യോഗികമായിട്ടോ അല്ലെങ്കിലോ ഒരു അതൃപ്തി മുഖ്യമന്ത്രി അറിയിക്കാനാണ് സാധ്യതയാണ് ഇനി മുന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് ഗവർണർ മുതിരുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാരും പ്രത്യേകിച്ച് CPIM-ഉം ഏതെങ്കിലും തരത്തിലൊരു പ്രത്യക്ഷ സമരത്തിന് ഗവർണർക്കെതിരെ പോകില്ല എന്ന് തീരുമാനിച്ച് കഴിഞ്ഞിട്ടുമുണ്ട്. ഓക്കെ, അപ്പോഴും CPI-യുടെ നിലപാടും വളരെ കർശനമായി തന്നെ ഈ വിഷയത്തിൽ തുടരുകയാണ്. CPI മന്ത്രിയായിരുന്ന P. പ്രസാദാണ് ഈ വിവാദങ്ങൾ ഒരുപക്ഷെ അത് തുടങ്ങാൻ പ്രസാദിന്റെ നിലപാടുകളാണ് കാരണമാവുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും സർക്കാർ കടുപ്പിച്ചാണ്, രാജ്ഭവൻ കടുപ്പിച്ചാണ്. അതിനിടയിൽ ഒരു തിരുത്തൽ വരുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ചിത്രമൊന്ന് മാറ്റിയിരിക്കുന്നത് BJP ആണ്. എന്തുകൊണ്ട് എന്നുള്ളത് BJP നേതാക്കളുടെ വരും മണിക്കൂറിൽ തന്നെ ആ പ്രതികരണം ലഭ്യമാകും. അർജുനാണ് വിവരങ്ങൾ നൽകിയത്.